വടക്കൻ കേരളത്തിൽ നാശം വിതച്ച് ദുരിതപ്പെയ്ത്ത്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലായിരുന്നു ഇന്ന് പ്രതിസന്ധിയേറെയും. കോഴിക്കോട് രണ്ടിടത്ത് കിണറിടിഞ്ഞു താഴ്ന്നു. നിരവധി വീടുകളും മഴയിൽ തകർന്നു. വടക്കൻ കേരളത്തിൽ മഴ ശക്തമായി പെയ്തത് കോഴിക്കോട് ജില്ലയിലാണ്. ബാലുശ്ശേരി ഉണ്ണികുളത്ത് ശശിയുടെ വീട് തകർന്നു. ശശിയും ഭാര്യ പത്മിനിയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഓടിന്റെ കഷ്ണമൊക്കെ വീണപ്പോൾ വാതിലൊക്കെ അടഞ്ഞു പോയി. അപ്പോൾ ഞാനങ്ങനെയൊക്കെയോ തള്ളി തുറന്ന് പുറത്ത് വരുമ്പോഴേക്ക് എന്നാലും പെണ്ണുങ്ങൾ നിലവിളിച്ചിട്ട് കുറേ ആൾക്കാരൊക്കെ ഒപ്പം ഓടി വന്ന്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പറ്റാണെന്ന് ഒരു ഭയം പോലെ കണക്കാക്കുന്നു. മൂഴിക്കൽ ആനക്കാമ്പൊയിൽ ഒറ്റപ്പെട്ടവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. കാലിന് ഓപ്പറേഷൻ ചെയ്ത് വിശ്രമിക്കുന്ന അൻവർ എന്ന ആളെയും ശാരീരിക അസ്വസ്ഥതയുള്ള അൻവറിന്റെ ഭാര്യയെയുമാണ് മാറ്റിയത്. വാണിമേലിൽ ആൽമരക്കൊമ്പ് കടയ്ക്ക് മുകളിലേക്ക് മുറിഞ്ഞു വീണു. കൊലച്ചായോണ്ടാണ് രക്ഷപ്പെട്ടത്. നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അതിന്റെ മുകളിൽ മാത്രമല്ല, നിലവിൽ ഈ മരം വളരെ അപകടാവസ്ഥയിലാണുള്ളത്. ബാക്കി ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയാൽ മാത്രമേ ഇനിയുള്ള ഒരു സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപകടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അധികാരികൾ എന്നാണ് ഇവിടെ വന്ന് ഈ സാധനങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. തിരുവത്തക്കടവിൽ രാമൻപുഴ കരകവിഞ്ഞൊഴുകിയതോടെ പ്രദേശത്ത് വ്യാപക നാശനഷ്ടമുണ്ടായി. വലിയ വെള്ളത്തിന്റെ ഒഴുക്ക് കണ്ടിട്ടാണ് നോക്കിയത്. ഇത്രയും ഒരു 10-70 മീറ്ററോളം ഒരു ഭാഗത്ത് തന്നെ കയറിയിട്ടുണ്ട്. ഇനിയും 1-2 മഴ പെയ്ത് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടാവും. സമീപത്തെ ഒരു 40-50 വീടുകളിലെ വെള്ളം കയറാനുള്ള സാധ്യതയുമാണ് ഉള്ളത്. കഠിനമായ മഴയാണ്. 2 ദിവസമായിട്ട് വളരെ ശക്തമായ മഴയാണ്. താമരശ്ശേരിയിലും ചേമഞ്ചേരിയിലും വീടുകളിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പെരുവയലിൽ വെള്ളക്കെട്ടിൽ കാൽവഴുതി വീണ സുഹൈൽ ചികിത്സയിൽ തുടരുകയാണ്. കക്കേൻ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതും ആശങ്കയുയർത്തുകയാണ്. കണ്ണൂർ മാടായിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 7 വയസ്സുകാരന് പരിക്കേറ്റു. കുളവയൽ റോഡിലെ പാർത്തീപിനാണ് പരിക്കേറ്റത്. മട്ടന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മണ്ണൂർ, ചോലത്തോട്, വെളിയമ്പ്ര മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. ഇതോടെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. തളിപ്പറമ്പ് ചിറവക്ക് തമ്പുരാൻ നഗറിൽ റോഡ് തകർന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡാണിത്. നമ്മൾ മണ്ണെടുക്കുന്ന സമയത്ത് സ്റ്റേ ചെയ്യിച്ചതാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. നമ്മൾ ഈ ഭാഗത്ത് അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് കൂടിയാണ്. മലപ്പുറം കൂട്ടിലങ്ങാടി ചെറുപുഴ പാലം കരകവിഞ്ഞൊഴുകിയതും ആശങ്കയുയർത്തി. വേങ്ങര പെരണ്ടക്കൽ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സമീറിന്റെ വീട് പൂർണ്ണമായും തകർന്നു. സമീറും ഭാര്യയും 4 മക്കളും ഉഗ്രശബ്ദം കേട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. കാസർഗോഡ് അച്ചാന്തുരുത്തി കിഴക്കേമുറി നടപ്പാലം തകർന്നു വീണു. കൊടുങ്ങല്ലൂർ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ അറപ്പ തുറന്നു. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ വീട് തകർന്നു. ഓടുമേഞ്ഞ വീടിന്റെ അടുക്കളയോട് ചേർന്ന ഒരു മുറിയും പൂർണ്ണമായും തകർന്നു വീണു. പാലക്കാട് അട്ടപ്പാടിയിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലെ ജീപ്പ് ഷെഡിലേക്ക് കൂറ്റൻ മരം കടപുഴകി വീണു. ജീപ്പ് ഷെഡും ജീപ്പും തകർന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.